ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ചൂടുവെള്ളം ഒഴിച്ചിട്ട് 7 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ബീഫ് ഇതേ ലെയറായിട്ട് നീളക്കനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ചതവായിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയതും, വറ്റൽമുളക് ക്രഷ് ചെയ്തതും, പിന്നെ പെരിഞ്ചീരകപ്പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി 3 ടേബിൾ സ്പൂണ്, അല്പം കുരുമുളക്, വിനാഗിരി, കോൺഫ്ലവർ പൗഡർ ഇത് മിക്സ് ചെയ്ത് വേവിച്ച് വെച്ച് ബീഫിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതേ എണ്ണയിൽ തന്നെ നമുക്ക് കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളകും ഒന്ന് പൊരിച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിൻ്റെ മേലെ വിതറി കൊടുക്കുക. ചൂടുള്ള പുട്ടിലേക്ക് നല്ല തിക്ക് ബീഫ് കറിയും ബീഫ് പൊരിച്ചതും കൂട്ടിയാൽ കഴിച്ചിട്ടുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. ബീഫ് കറിൻ്റെ റെസിപ്പി നമ്മളെ ലിങ്കിലുണ്ട്, എല്ലാവരും പോയി കാണാം. ബൈ.